ഇടുക്കിയിലും ഇരട്ട വോട്ട് ആരോപണമുണ്ട് കോൺഗ്രസ്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ 10,000-ലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് ആരോപണം. കേരളത്തിൽ താമസിക്കാത്തവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉടുമ്പൻചോലയിൽ വോട്ടുണ്ടെന്ന് KPCC മീഡിയ വക്താവ് സേനാപതി വേണു ആരോപിച്ചു. കാലങ്ങളായി CPM ജയിക്കുന്നത് ഇരട്ട വോട്ടുകൾ കൊണ്ടാണെന്നും ഇലക്ഷൻ കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഏതാണ്ട് 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രം. 10, 20, 25 വർഷങ്ങളായി ഈ നാട്ടിൽ താമസമില്ലാത്തവരോ ഇവിടെ നിന്ന് ജോലി അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയവരോ ഇവിടെ വീടോ റേഷൻ കാർഡോ യാതൊരു അധികാരപത്രങ്ങളോ ഇല്ലാത്ത ഏതാണ്ട് 10,000-ലധികം ആളുകളുടെ പേര് ഇപ്പോഴും ഈ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും ആയി വോട്ടർ പട്ടികയിലുണ്ട് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ അതോറിറ്റിയും സമഗ്രമായി പരിശോധിച്ച് വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളും സമ്പൂർണമായി നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷൻ നടക്കണം. രാഹുൽ സുരേഷിന്റെ വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന ആരോപണം? ഇടുക്കിയിലെ ആരോപണം പക്ഷേ CPM-നെതിരെയാണ്. സ്മൃതി, രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വോട്ട് വിവാദം ബാംഗ്ലൂരും തൃശ്ശൂരും മറികടന്ന് ഇപ്പോൾ ഇടുക്കിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ KK ജയേന്ദ്രൻ ജയിച്ച, ഇപ്പോൾ MM മണി ജയിച്ചിരിക്കുന്ന ഉടുമ്പൻചോല മണ്ഡലത്തിലാണ് സൂചിപ്പിച്ച CPM-നെതിരെയാണ് ആരോപണം. 10,000 ഇരട്ട വോട്ടുകൾ ഈ ഉടുമ്പൻചോല മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. കേരളത്തിൽ താമസിക്കാത്ത ആളുകളും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾക്കുമാണ് ഇരട്ട വോട്ടുകൾ ഇവിടെ ഉള്ളത്. അതിൽ ഇതേ ആളുകൾക്ക് തമിഴ്നാട്ടിലും വോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. CPM ആണ് ഇത്തരത്തിൽ 10,000 ആളുകളെ ഇരട്ട വോട്ടുകൾ ചേർത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ കാലങ്ങളായി CPM ജയിച്ചു വരുന്നത് ഈ കള്ള വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KPCC മീഡിയ വക്താവായിട്ടുള്ള സേനാപതി വേണുവാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടിനാണ് MM മണിയോട് സേനാപതി വേണു പരാജയപ്പെട്ടിരുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി. അതാണിപ്പോൾ പ്രതികരണമായി വരുന്നത്. ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം. രാഹുൽ സുരേഷ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ക്രമക്കേടിന്റെ അതേ മാതൃകയിലുള്ള ക്രമക്കേട് എന്ന ഇടുക്കിയിലെ കേസ് കാണാൻ പറ്റുമോ? എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും സേനാപതി വേണു ആദ്യ സമയം നിസാര വോട്ടുകൾക്കായിരുന്നു കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തതാണ്. അന്നേറെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി ഈ വോട്ട് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതേ ആരോപണവുമായി വീണ്ടും കോൺഗ്രസ് രംഗത്തെത്തുന്നത്. രാഹുൽ സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.